ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും ഒരേപോലെയല്ല. ഒരു വിഭാഗം നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ മറ്റൊരു വിഭാഗം നമ്മെ ദ്വേഷിക്കുന്നവരുമുണ്ടാവും. എല്ലാവർക്കും തികഞ്ഞതായ ഒരു മനുഷ്യൻ ഇന്നേ വരെ ഈ ലോകത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് നാം അതിലൊട്ടും പരിതപിക്കേണ്ട. നമ്മെ ഒരു വിഭാഗം നിന്ദിക്കുന്നു എന്ന് കരുതി നാം അതിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഏത് വ്യക്തിക്കും ഒരു വിഭാഗം വന്ദിക്കുമ്പോൾ മറ്റൊരു വിഭാഗം നിന്ദയുമുണ്ടാകും. അത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. ലോകങ്ങൾ നിന്നെ ദ്രോഹിച്ചാൽ അതിൽ ശോകിച്ചു മോഹിച്ചെതിർത്തുകൊള്ളാതെ ഏകനെ തന്നെ നിനച്ചു നിത്യം ഏകാന്ത സൗഖ്യത്തെ നേടിക്കൊള്ളുമനമേ. നമ്മുടെ മനസ്സാണ് നമ്മുടെ എല്ലാ സുഖത്തിനും ദുഃഖത്തിനും കാരണം. മനസ്സെങ്ങനെയോ അങ്ങനെയാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ മനസ്സിനെയാണ് നാം സ്വാധീനിക്കേണ്ടത്. ലോകങ്ങൾ നിന്നെ ദ്രോഹിച്ചാൽ അതിൽ, ലോകങ്ങൾ നമ്മെ ദ്രോഹിക്കുകയാണെങ്കിൽ അതിലൊട്ടും നമ്മൾ വിഷമിക്കേണ്ട. കാരണം ഒരു വിഭാഗം ദ്രോഹിച്ചാൽ മറ്റൊരു വിഭാഗം നമുക്ക് സ്നേഹിക്കാനുണ്ടാകും. അതിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് രണ്ടിനെയും നമ്മൾ കണക്കാക്കണ്ട. നാം നമ്മുടെ ഡ്യൂട്ടി എന്തോ അത് നമ്മൾ ചെയ്താൽ മതി. ലോകങ്ങൾ നിന്നെ ദ്രോഹിച്ചാൽ അതിൽ ശോകിച്ചു മോഹിച്ചെതിർത്തുകൊള്ളാതെ, അതിൽ നമുക്ക് ദുഃഖം വന്ന് അവരോട് എതിർക്കാനോ വഴക്ക് കൂടാനോ പോവണ്ട. ഏകനെ തന്നെ നിനച്ചു നിത്യം ഏകാന്ത സൗഖ്യത്തെ നേടിക്കൊള്ളുമനമേ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏകനായിരിക്കുന്ന പരമാത്മാവിനെ തന്നെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഏകാന്ത സൗഖ്യത്തിൽ ഇരിക്കൂ. അപ്പോൾ അപാരമായ ശക്തിയുടെ ഉറവിടമായിത്തീരും നാം ഓരോരുത്തരും. ഓരോ മനുഷ്യനിലും അനന്തമായ ശക്തി സർവേശ്വരൻ നിക്ഷേപിച്ചിരിക്കുന്നു. അതറിയാതെയാണ് നാം ഭിക്ഷാദേഹികളായി ലോക വിഷയങ്ങളുടെ പിന്നാലെ പായുന്നത്. ആ കിട്ടുന്നതിനേക്കാൾ, വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി മഹത്തായ ശക്തിവിശേഷം തന്നിൽ തന്നെ അന്തർലീനമായിരിക്കുന്നു. അത് കണ്ടെത്തി കഴിയുമ്പോഴാണ് ഇതിൻ്റെ മഹത്വം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അതിനാൽ നാം ഒരു തരത്തിലും വിഷമിക്കേണ്ടതില്ല. സന്തോഷത്തോടിരി. എന്തു വന്നാലും ആരെന്ത് പറഞ്ഞാലും അതിനെ ഒക്കെ സഹിക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. അതിന് നമ്മുടെ മനസ്സിൻ്റെ ദൗർബല്യം ഇല്ലാതെയായി ബലവത്തായി തീരുമ്പോഴാണ് ആ പരമ സൗഖ്യത്തിന് നാം ഉടമകളായിത്തീരുന്നത്. ലോകങ്ങൾ നിന്നെ ദ്രോഹിച്ചാൽ അതിൽ ശോകിച്ചു മോഹിച്ചെതിർത്തുകൊള്ളാതെ ഏകനെ തന്നെ നിനച്ചു നിത്യം ഏകാന്ത സൗഖ്യത്തെ നേടിക്കൊള്ളുമനമേ. ഏകമായിരിക്കുമ്പോഴാണ് പരമമായ സുഖം ഉള്ളത് എന്ന് ഏകാന്തതയിൽ ഒന്ന് ഇരിക്കുമ്പോഴേ നമുക്കറിയുകയുള്ളൂ. അതിനാൽ ഏകാന്ത സൗഖ്യത്തെ നേടൂ. മനസ്സ് ആരെയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ആരിൽ നിന്നും നമുക്കൊന്നും കിട്ടാനുമില്ല. നമ്മുടെ സുഖം മറ്റൊരാളിൽ അല്ല നിക്ഷേപിച്ചിരിക്കുന്നത്, അത് നമ്മിൽ തന്നെയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വായ നമ്മളുടെ കയ്യിൽ തന്നെയാണ്. അത് മറ്റൊരാളുടെ കയ്യിലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? എല്ലാം പൂർണ്ണമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനെയും പൂർണ്ണമായിട്ടാണ്. ഒരാൾക്കില്ലാത്ത ഒന്ന് മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് ഈ വ്യക്തിയെ അപൂർണമാക്കിയിട്ടില്ല.
എല്ലാ കഴിവുകളും എല്ലാവരിലും നിക്ഷേപിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തിയാൽ മാത്രം മതി എന്നാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ സുഭാഷിതം നമ്മൾ ഒന്നുകൂടെ അയവിറക്കുക. ലോകങ്ങൾ നിന്നെ പിടിച്ചാലതിൽ, ലോകങ്ങൾ നിന്നെ ദ്രോഹിച്ചാലതിൽ, ശോകിച്ചു മോഹിച്ചെതിർത്തുകൊള്ളാതെ ഏകനെ തന്നെ നിനച്ചു നിത്യം, ഏകാന്ത സൗഖ്യത്തെ നേടിക്കൊൾ മനമേ. ഹരേ കൃഷ്ണ.